നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവറി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാനാകും. ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, ദൈവമക്കളായി മാറുമ്പോൾ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ദൈവപൈതലിനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നത്. അവനെ ദൈവപൈതലിനെ തന്നെ ശക്തീകരിക്കുന്നത് ആരാണ്? അവരെ ഈ ഭൂമിയിൽ ജയകരമായി ജീവിക്കാൻ സഹായിക്കുന്നത് ആരാണ്? അപ്പോസ്തലൻ പറയണ, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു ആണ്. പല വിഷയങ്ങളിലൂടെ ദൈവപൈതൽ കടന്നു പോകുമ്പോൾ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ശുശ്രൂഷയുടെ നടുവിൽ പറയുകയാണ്, താഴ്ചയിൽ ആയാലും ഇനി സമൃദ്ധിയിലിരിപ്പാൻ. എന്ന് പറഞ്ഞാൽ താഴ്ചയിലൂടെ കടന്നുപോയി, സമൃദ്ധിയിലൂടെ കടന്നുപോയി, ഇനി തൃപ്തനായിരുന്നാലും വിശന്നിരിപ്പാൻ. എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഭക്ഷണം കിട്ടിയ സമയമുണ്ട്, വിശന്നിരുന്ന സമയങ്ങളുണ്ട്. ഇരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചു. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം ദൈവ പൈതലിന് അഭിഷിക്തന് കടന്നു പോകേണ്ടി വന്നു. അപ്പം എന്നിട്ട് അപ്പോസ്തലൻ പറയാണ്, പക്ഷേ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാനാണ്. ഫിലിപ്പിയരോട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർ താൻ വിഷയത്തിലിരുന്നപ്പോൾ, കഷ്ടതയിലിരുന്നപ്പോൾ, ശുശ്രൂഷയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ഫിലിപ്പിയർ തന്നെ സഹായിച്ചതും ദൈവകൃപയിൽ ഓർത്തതും അവർ ചില ദാനങ്ങൾ കൊടുത്തതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ, നിങ്ങളുടെ ദാനം ഞാൻ ആഗ്രഹിക്കുന്നതെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെനിക്ക് തന്നപ്പം വാസ്തവമായി നിങ്ങളെ ദൈവം നിങ്ങളുടെ നിങ്ങളുടെ ഇതിലേക്ക് ഏറിയ ഫലം നിങ്ങൾക്ക് വരണമെന്നുള്ള, നമ്മുടെ ദൈവനാമത്തിൽ ചെയ്യുന്നൊന്നും, ഒരു ദൈവ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നൊന്നും, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നൊന്നും കർത്താവ് മറന്നു കളയുന്നില്ല. അവർക്ക് ഏറിയ ബലം വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചെയ്യുന്നുണ്ട്, അതിനെല്ലാം പ്രതിഫലമുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ അപ്പോസ്തലൻ പറയാണ്, ഇതൊന്നും അല്ല എന്നെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുന്നത്, എന്നെ ശക്തനാക്കുന്ന ഒരാൾ ഇതിൻ്റെ നടുവിലുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനായി മാറും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 12-ാം അധ്യായത്തിൽ, 2 കൊരിന്ത്യർ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്തൊക്കെയാണ്? അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. എന്നൊരു കാര്യം പറയാം, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാണ്. ഒരു ദൈവ പൈതൽ നമ്മൾ നോക്കുമ്പോൾ അവർ ബലഹീനരാണെന്ന് തോന്നും. അല്ല, അവർ ശക്തരാണ്. എങ്ങനെയാണ് ശക്തനാകുന്നത്? എങ്ങനെയാണ് നമ്മൾ ശക്തരായി മാറുന്നത്? അപ്പോസ്തലൻ പറയാണ്, എന്നെ ശക്തനാക്കുന്ന ഒരാളുണ്ട്, എന്നെ ശക്തനാക്കുന്ന.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മൾ പ്രിയപ്പെട്ടവരും നമ്മൾ കൈത്താങ്ങിയവരും ഒക്കെ ജീവിത സാഹചര്യത്തിന് മുഖത്ത് നമ്മെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ ബലം ക്ഷയിപ്പിക്കാൻ നോക്കുമ്പോൾ ഇതിന് നടുവിൽ നമുക്ക് ബലം തരുന്ന ഒരാളുണ്ട്, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ. അപ്പോസ്തലൻ പറയണം, മുഖാന്തരം ഞാൻ സകലത്തിൽ, എനിക്ക് എന്നെല്ലാം വിഷയങ്ങൾ വന്നു, പക്ഷെ ആ വിഷയങ്ങളൊന്നും എൻ്റെ ശുശ്രൂഷയിലോ എൻ്റെ ജീവിതത്തിലോ എന്നെ പുറകോട്ട് വലിച്ചില്ല. കാര്യം, എന്നെ ഒരാൾ ഇതിൻ്റെ നടുവിൽ, ഈ വിഷയങ്ങളുടെ നടുവിൽ എന്നെ ഒരാൾ ശക്തീകരിക്കുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, അതിനകത്ത് 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ, അതെന്നെ വിട്ടുപോകണം, അത് നീങ്ങിപ്പോകണമെന്ന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഈ വിഷയങ്ങളൊക്കെ മാറിപ്പോകണമെന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞ എന്താ? അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലോ വിഷയത്തിന് നടുവിലായിരുന്ന് ഭാരത്തോടെ പിറുപിറുപ്പോടായിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നോടും നിങ്ങളോടും ആ സാഹചര്യത്തിൽ കർത്താവിന് പറയാനുള്ളത്, എൻ്റെ കൃപ നിനക്ക് മതി. എന്നിട്ട് പറയാണ്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഒരിക്കലും കർത്താവിനെ വിട്ട് മാറിപ്പോകാൻ. നിത്യജീവൻ്റെ മൊഴികൾ അത് കർത്താവിൻ്റെ പക്കലാണ് ഉള്ളത്. വിടുതലത് യേശുവിൻ്റെ പക്കലാണ് ഉള്ളത്. നമ്മെ ശക്തീകരിക്കാൻ കഴിവുള്ളവൻ യേശുവാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. യേശുവിൻ്റെ ജനനത്തിനു മുമ്പിൽ ഇപ്രകാരം യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു, അവൻ അത്ഭുത മന്ത്രിയായിരിക്കും, വീരനാം ദൈവമായിരിക്കും, നിത്യപിതാവായിരിക്കും, സമാധാന പ്രഭുവായിരിക്കും. അപ്പോസ്തലൻ ഈ വിഷയങ്ങളൊക്കെ വന്നപ്പം ക്രിസ്തുവിന് വേണ്ടി ബലഹീനതയും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഞെരുക്കവും ഒക്കെ സഹിപ്പാൻ അപ്പോസ്തലൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം ഈ വിഷയത്തിൻ്റെ മുഖത്തും ഈ പ്രശ്നത്തിൻ്റെ മുഖത്തും അദ്ദേഹം ബലഹീനനായിരിക്കുമ്പോഴും ഇതിൻ്റെ നടുവിലൂടെ ശക്തി പകരുന്നൊരു കർത്താവ്. എന്ന് വിളിച്ചു പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും ഞാൻ മതിയാവനാണ്. നിങ്ങളൊരു രോഗത്തിൻ്റെ മുഖത്തായിരിക്കാം, ഒരു വിഷയത്തിൻ്റെ മുഖത്തായിരിക്കാം, ഒരു പ്രതികൂല സാഹചര്യത്തിൻ്റെ മുഖത്തായിരിക്കാം എന്നെ ഇത് കേൾക്കുന്നത്. ധൈര്യത്തോടെ വിളിച്ചു പറ. രോഗം വന്ന് സൗഖ്യമായി വീണ്ടും ആ വിഷയത്തിൽ വന്ന് ഭാരത്തോടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഇത് വീണ്ടും വന്നല്ലോ എന്ന് ഭാരത്തോടെ, ഭയത്തോടെ, സങ്കടത്തോടെ ഇരിക്കുന്നവരോട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാ, നിന്നെ ശക്തനാക്കുന്ന എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിലും തികഞ്ഞു വരുന്നതാണ്. എന്നിട്ട് പറയാണ്, എന്നെ അപ്പോസ്തലൻ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. ഈ വിഷയത്തിൻ്റെ നടുവിലെല്ലാം വിളിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ധൈര്യത്തോടെ വിളിച്ചു പറയാം. നിങ്ങളുടെ വിഷയത്തിൻ്റെ മുഖത്തൊന്ന് വിളിച്ചു പറഞ്ഞാൽ, ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖത്തൊന്ന് വിളിച്ചു പറഞ്ഞാൽ, ആ പ്രതികൂലത്തിൻ്റെ മുഖത്ത് ആരും സഹായിക്കാനില്ലാത്ത ആ വിഷയങ്ങളുടെ മുഖത്ത് ഇന്ന് ധൈര്യത്തോടൊന്ന് വിളിച്ചു പറഞ്ഞിട്ട്, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലവും കഴിയുമെന്നൊന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവ് തന്നെ പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയും, യേശു ക്രിസ്തു മുഖാന്തരം. നമുക്കതുകൊണ്ട് ഇന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങളൊന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം അഴിഞ്ഞു പോകുന്ന കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങൾ മാറുന്ന കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ അത് തികഞ്ഞു വരുന്നു. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. വിഷയങ്ങളുടെ മുഖത്ത്, പ്രതികൂലത്തിൻ്റെ മുഖത്ത്, രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ ഇരുന്ന് എന്നെ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അവരിന്ന് ദൈവ ശബ്ദം കേൾക്കാൻ അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളോട് പറയുന്ന ഇതാണല്ലോ, എൻ്റെ ശക്തി, എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപ നിൻ്റെ ബലഹീനതയിൽ നിനക്ക് ശക്തി പകരുന്നതാണ്. എന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് പനിയുടെ അസ്വസ്ഥതയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ചുമ വിട്ട് മാറിപ്പോകട്ടെ. ശ്വാസ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
കണ്ണീന്നിങ്ങനെ കണ്ണിൻ്റെ അലർജി മുഖാന്തരമൊക്കെ എന്തോ വെള്ളം വന്ന് കണ്ണിന് വലിയ അസ്വസ്ഥ അനുഭവിക്കുന്ന ചിലതിനെ കേൾക്കുന്നു. അവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ വഴിയട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശു.